നമസ്കാരം. നടൻ ബാലയും മുൻ ഭാര്യയും ഗായികയുമായ അമൃതയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു. ഇരുവരും തമ്മിലുള്ള വാഗ്പോര് നടന്റെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. അറസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബാല വീണ്ടും വിവാഹിതനാവുകയും ചെയ്തു. തന്റെ അമ്മാവന്റെ മകളായ ഗോകുലയാണ് ബാല വിവാഹം കഴിച്ചത്. ബാലയുമായുള്ള വിവാഹത്തിൽ താൻ പെട്ടുപോയതാണെന്ന് അമൃത നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യ വിവാഹം തന്നിൽ നിന്നും മറച്ചുവെച്ചാണ് ഈ വിവാഹത്തിലേക്ക് ബാല എത്തിയത്. ക്രൂരമായ പീഡനങ്ങൾ അമൃതയ്ക്ക് ബാലയുടെ വീട്ടിൽ വെച്ച് അനുഭവിക്കേണ്ടതായി വന്നു. ഇന്നും അതുമായി ബന്ധപ്പെട്ട് ശരീരത്തിനുണ്ടായ പരിക്കുകൾ അമൃത ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലയുടെ ഉപദ്രവത്തെ തുടർന്ന് പലപ്പോഴായി ചോര തുപ്പിയ വീട്ടിൽ കിടന്നിട്ടുണ്ട്. ബാല ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്നും താൻ ചികിത്സയിലാണ്. അന്ന് അടിയും തൊഴിയും കൊണ്ടതിന്റെ ആഘാതം വലുതായിരുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു. അമൃതയ്ക്ക് ശേഷം ബാല വിവാഹം കഴിച്ചത് തൃശൂർ സ്വദേശിയായ എലിസബത്ത് ഉദയനെയാണ്. ഡോക്ടറാണ് എലിസബത്ത്. എലിസബത്തിനും അമൃതയ്ക്കും ഉണ്ടായ സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് ബാലയിൽ നിന്നുണ്ടായതെന്നും സ്വന്തം അനുഭവങ്ങൾ എലിസബത്ത് തന്നോട് പറഞ്ഞതായും അമൃതയും വെളിപ്പെടുത്തിയിരുന്നു. അന്നു മുതൽ പലരും കമന്റ് ബോക്സുകളിലൂടെ എലിസബത്തുമായി എങ്ങനെ പരിചയപ്പെട്ടുവെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അമൃതയുടെയും സഹോദരിയുടെയും യൂട്യൂബ് ചാനൽ പങ്കിട്ട പുതിയ Q&A വീഡിയോയിൽ അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അമൃത. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ബാല ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ മകളുമായി അമൃതയും ആശുപത്രിയിൽ പോയിരുന്നു. ഇവിടെ വെച്ചാണ് എലിസബത്തിനെ പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതുമെന്നാണ് അമൃത പറയുന്നത്. എലിസബത്തുമായി കോൺടാക്ട് ഉണ്ട്. അന്ന് ആശുപത്രിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. അതിനുശേഷം ഞങ്ങൾ ടച്ചിലുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്താണ് കണ്ടതും പരിചയപ്പെട്ടതും. അന്ന് തുടങ്ങിയ കണക്ഷനിലുണ്ട്. പാവം അവരിപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്ത് പോവുകയാണ്. കൂടുതലൊന്നും ഞാൻ പറയാൻ പാടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നാണ് എലിസബത്തുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ച് അമൃത പറഞ്ഞത്. ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നത്. യൂട്യൂബ് ചാനലുമായി സജീവമായ എലിസബത്ത് ഇടയ്ക്കിടെ മോട്ടിവേഷൻ സ്പീച്ചും യാത്രകളും വീഡിയോയും മറ്റുമെല്ലാം പങ്കുവെക്കാറുണ്ട്. ബാലയുമായി നടന്ന എലിസബത്തിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അടുത്തിടെയാണ് ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. പെട്ടെന്നൊരു ദിവസമാണ് ബാലയുടെ വീഡിയോകളിൽ നിന്നും എലിസബത്ത് അപ്രത്യക്ഷമായത്. അതിനുശേഷം ആരാധകർ അടക്കം നിരവധി പേർ ബാലയുടെ എലിസബത്തിനെ കുറിച്ച് തിരക്കിയെങ്കിലും നടൻ പ്രതികരിച്ചില്ല. 2019 അമൃതയുമായി വേർപിരിഞ്ഞതിനു ശേഷം 2021 ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ വിവാഹമായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ബാല വിധേയനായപ്പോഴും പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വരാനുമെല്ലാം ബാലയ്ക്ക് തുണയായി ഉണ്ടായിരുന്നത് എലിസബത്ത് ആയിരുന്നു. എന്നാൽ പിന്നീട് തങ്ങളുടെ വിവാഹ ജീവിതത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി തുറന്നു പറയാൻ ഇരുവരും തയ്യാറായിട്ടില്ല. എലിസബത്ത് ഇപ്പോൾ എന്റെ കൂടെ ഇല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. എലിസബത്ത് അംഗമാണ്, പ്യുവർ ക്യാരക്ടറാണ്. ഇപ്പോൾ എന്റെ കൂടെയില്ല. ഞാനും അവളുടെ കൂടെയില്ല. വിധി. അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അവൾ സ്വർണ്ണമാണ്. ഇതിന്റെ മുകളിൽ ഒന്നും ചോദിക്കരുത്. ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് പറയില്ല. ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഒപ്പം ഉണ്ടായിരുന്നവളാണ്. എലിസബത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് ബാല ഒരിക്കൽ എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.